ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡിസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭാരതീയ സാഹിത്യ ടെക്സ്റ്റിലെ തകഴിയുടെ കഹാനിയായിട്ടുള്ള ഖൂൻ കാ റിസ്തയാണ്. മലയാളത്തിലെ പ്രസിദ്ധ കഥാകൃത്ത് തകഴി ശിവശങ്കരപിള്ള 17 ഏപ്രിൽ 1912 കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ തകഴി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ തുടങ്ങിയവ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളാണ്. മലയാളത്തിലെ യഥാർത്ഥവാദി നോവലുകളുടെ പാരമ്പര്യത്തിൽ പട്ടികജാതിക്കാരുടെ ദുരവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി എന്നീ നോവലിന് പ്രമുഖ സ്ഥാനമുണ്ട്. കടലിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരുക്കിയ ശക്തമായ ഒരു നോവലാണ് ചെമ്മീൻ. ഈ കൃതിക്ക് 1957 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കയറിന് 1980 വയലാർ അവാർഡും 1984 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. ഖൂൻ കാ റിസ്ത അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഇതിൽ ശുദ്ധമായ കുടുംബസ്നേഹത്തിൻ്റെ പ്രാധാന്യം ചിത്രീകരിച്ചിരിക്കുന്നു. കഥയിലെ നായകനായ ഗോപാലിൻ്റെ അച്ഛനാണ് ശങ്കരൻ നായർ. ഗോപാൽ, പാർവതി, ഗൗരി തുടങ്ങിയവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ശങ്കരൻ നായരുടെ മകനായ ഗോപാലൻ തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അയൽക്കാരൻ്റെ മകളായ ഗൗരിയുമായി അയാൾ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ ശങ്കരൻ നായരും അമ്മ പാർവതിയും ഈ കല്യാണം നടത്താൻ സമ്മതിച്ചില്ല. ഈ ബന്ധം നടത്താനായിട്ട് കുറേ മധ്യസ്ഥയ്ക്ക് ആളുകൾ വന്നു. ഗോപാൽ ഇതിൽ ഉറച്ചു നിന്നു. അമ്മയില്ലാത്ത ഗൗരി ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. കാരണം ഗോപാലിൻ്റെ കുട്ടി ഗൗരിയുടെ വയറ്റിലുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൗരിയെ കളയാൻ ഗോപാൽ തയ്യാറായില്ല. ഒടുവിൽ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമില്ലാതെ അവർ രണ്ടുപേരും പോയി കല്യാണം കഴിക്കുന്നു. പാർവതി ശങ്കരൻ നായരും അവരെ ദൂരെ നിന്ന് കാണാറുണ്ടായിരുന്നു. ഒരു നല്ല മരുമകനെ കിട്ടിയതിൽ ഗൗരിയുടെ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ദിവസം ഗോപാൽ വീട്ടിൽ ഗോപാലിൻ്റെ വീതം ചോദിക്കാൻ വേണ്ടി പോകും. ഈ സമയം അച്ഛൻ്റെ മകൻ്റെ ഇടയിൽ വഴക്കുണ്ടാവുന്നു. ഇതിനിടയിൽ ഗൗരിയുടെ അച്ഛൻ മരിച്ചു പോകും. ശങ്കരൻ നായരുടെ ശത്രുവും ഗൗരിയുടെ ചാച്ചയുമായിട്ടുള്ള കൊച്ചുകുഞ്ഞു പിള്ളയുടെ വാക്കുകൾ കേട്ട് ഗോപാൽ രാത്രിയിൽ തെങ്ങുന്തോട്ടത്തിൽ പോയി തേങ്ങ മോഷ്ടിച്ചു. പിടിവാശിക്കാരനായ ശങ്കരൻ നായർ ഇതിനെതിരെ കേസ് കൊടുത്തു. പോലീസ് ഗോപാലനെ അറസ്റ്റ് ചെയ്തു. വൈകിട്ട് കൊച്ചുകുഞ്ഞു പിള്ള വന്നിട്ട് ഗോപാലിനെ ഇറക്കും സ്റ്റേഷനിൽ നിന്ന്. ചില ഗ്രാമീണരുടെ മധ്യസ്ഥയ്ക്ക് ശങ്കരൻ നായർ ഒരു തുണ്ട് ഭൂമി ഗോപാലിന് നൽകും. ഗൗരിയുടെ പ്രസവം ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഗോപാൽ ഹോസ്പിറ്റൽ ചെലവ് നടത്തിയത് കടം വാങ്ങിച്ചായിരുന്നു. അവസാനം കൊച്ചുകുഞ്ഞിൻ്റെ സഹായത്താൽ ഈ ഗോപാൽ ആ തെങ്ങിൻ തോട്ടം 600 രൂപയ്ക്ക് ഒരു ക്രിസ്ത്യാനിക്ക് വിൽക്കും. കടം വീട്ടിയ ശേഷം ഗോപാൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് കഴിയില്ലെന്ന് കണ്ടെത്തുന്നു. ഒരു ദിവസം പാർവതി ഗോപാലിൻ്റെ കൊച്ചിനെ കാണും. ഒരു തെങ്ങിൻ തോപ്പിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ മടിയിലിരിക്കുകയാണ് ആ കുട്ടി. പാർവതിക്ക് അത് ആരുടെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. അങ്ങനെ അവരെ അടുത്തേക്ക് വിളിച്ചു പാർവതി. കുട്ടി പാർവതിയെ കണ്ടപ്പോഴേക്കും പാർവതിയുടെ ദേഹത്ത് ചാടി വീണു. പതിയെ പതിയെ ആ കുട്ടി മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു. ഒരു ദിവസം വൈകുന്നേരം കുട്ടിയുടെ തുടർച്ചയായ കരച്ചിൽ കേട്ടു. പിറ്റേന്ന് ഗൗരി അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കണ്ടെത്തി. ഗൗരിക്ക് നല്ല പനിയുണ്ടായിരുന്നു. എത്ര ചികിത്സ നൽകിയിട്ടും ആ പനി മാറുന്നില്ല. ശങ്കരൻ നായരും പാർവതിയും ആ കുട്ടിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 5 ദിവസത്തിന് ശേഷം രോഗബാധിതയായ ഗൗരി മരിക്കും. ഈ കഥയിലൂടെ ലേഖകൻ രക്തബന്ധത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തരുന്നു. ഏത് സാഹചര്യത്തിലും രക്തത്തെ തിരിച്ചറിയും. ആ തിരയലിന് സ്നേഹമല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിയില്ല.